ബിൽഡേഴ്സിന്റെ കൺസ്ട്രക്ഷൻ മാനേജറാണ്. അതായത് കെ ബിൽഡേഴ്സിന്റെ കൺസ്ട്രക്ഷൻ മാനേജറാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ സൈറ്റ് ഒന്ന് വിലയിരുത്തിയിട്ട് ഈ കാര്യം പറയുന്നത് കേട്ടോ. ഇനി എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം, നന്നായിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ കിച്ചൺ? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ലാക്കോഡ് ഗ്ലാസ് ഇതിലായിട്ട് ഒരു വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇതിനു മുന്നേ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വർക്ക് ചെയ്യിക്കുന്നത്. എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല ഗുണമുള്ളതായിട്ട് തോന്നി. നമ്മൾ ചോക്ലേറ്റ് കളറാണ് നോക്കിയത്, മിൽക്ക് ചോക്ലേറ്റ്, അത് എക്സാക്ട് കിട്ടിയത്. കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ആ വിചാരിച്ച കളറിനെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഹാപ്പിയാണ്, വളരെ ഹാപ്പി. നമ്മുടെ സർവീസ് ഹാപ്പിയാണ്, എല്ലാം ഹാപ്പിയാണ് അല്ലേ? ബാക്കി ഇനി ഞങ്ങളിപ്പം ഇതിനൊന്ന് യൂസേജ് ചെയ്തതിന് ശേഷമുള്ള കാര്യം ആഫ്റ്റർ പറയാം. തീർച്ചയായും എന്താണോ വിചാരിച്ചത് അതുപോലെ ചെയ്തു തന്നതിന് ഫിറോസിനോട് ഞങ്ങൾ നന്ദിയാണ്. നമസ്കാരം. MRF ഇന്റീരിയർ വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഞാൻ ഫിറോസ് മുഹമ്മദ്, ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനർ കൺസൾട്ടൻറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു വലിയ കോൺട്രാക്ടറുടെ വീട്ടിലാണ് ഞാനിപ്പോൾ. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ചെറിയ തറവാടാട്ടോ. ആ തറവാടിനെയാണ് ഈ രീതിയിൽ മേക്ക് ഓവർ ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഞാനെന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാനിവിടെ വന്നതെന്തിനാണെന്നറിയോ? നമ്മുടെ ലാക്കോഡ് ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ് കിച്ചൺ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വ്യത്യസ്തമാർന്ന കളർ പാറ്റേണിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ ഈ കിച്ചനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. കണ്ടോ, വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തൊരു വാഷ് ബേസിൻ ചെറിയ ഏരിയയാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ഇതിലേക്ക് വന്നു. ഇവിടെ ആയിരുന്നു ആദ്യം കിച്ചൺ സെറ്റ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഡൈനിങ് സ്പേസ് എവിടെ കൊടുക്കുമെന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കിച്ചനെ നേരെ എടുത്തിട്ട് വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുപോയി. സോ അവിടെയാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. യെസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സാക്ഷാൽ കിച്ചൺ. വളരെ ചുരുങ്ങിയ സ്ഥലമാണ്. 22 അടി നീളവും 7 അടി മാത്രം വീതി വരുന്ന ഒരു ചെറിയ സ്പേസിലാണ് നമ്മൾ ഈ ഒരു മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു കളർ തീമിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ടൈലിൽ കാണാൻ പറ്റും അതിൻ്റെ ഒരു കളറ്, ടാനിഷ് ആയിട്ട് വരുന്നൊരു ബ്രൗണിഷ് കളറ്. അപ്പോൾ ആ ബ്രൗണിഷ് കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇവിടുത്തെ കളർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലാണ് നമ്മൾ കളർ പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഗ്ലാസ് കിച്ചൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഗോൾഡൻ തീമിൽ ഇതിൻ്റെ ബീഡിങ് പോലെ കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ കിച്ചണിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഗോൾഡ് തീമിലാണ് നിങ്ങൾക്കുള്ള കിച്ചണും വരും കേട്ടോ. കെ ബിൽഡേഴ്സിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മാനേജറായിട്ടുള്ള നന്ദൻ സാറിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹമായിട്ട് കുറച്ച് വർഷത്തെ പരിചയമുണ്ട്. ആ വർഷത്തെ പരിചയമുള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു കിച്ചൺ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആദ്യം തന്നെ വെൽക്കം ചെയ്ത് നമ്മുടെ വിശ്വസിച്ച് തന്നൊരു കിച്ചണായിരുന്നത്. നമുക്ക് നന്ദേട്ടൻ്റെ വാക്കുകളിലേക്ക് പോവാം. എന്താണ് നന്ദേട്ടന് നമ്മളെക്കുറിച്ച് പറയാനുള്ളതെന്നുള്ളത് വിശദമായിട്ട് കേൾക്കാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ നന്ദേട്ടൻ്റെ മുൻപിലെത്തിയിട്ടുണ്ട്. നന്ദേട്ടൻ്റെ വല്യമ്മയുടെ വീടാണ് അല്ലേ നന്ദേട്ടൻ? ഇത് അങ്ങനെയല്ലേ, തറവാടായിട്ട് വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനി എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം, നന്ദേട്ടൻ എങ്ങനെയുണ്ട് നമ്മുടെ കിച്ചൺ? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ലാക്കോഡ് ഗ്ലാസ് ഇതിലായിട്ട് ഒരു വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇതിനു മുന്നേ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വർക്ക് ചെയ്യിക്കുന്നത്. എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല ഗുണമുള്ളതായിട്ട് തോന്നി. നന്ദേട്ടൻ അറിയുന്നവർക്ക് അറിയാം, വീഡിയോ കാണുന്ന ആള് നമ്മുടെ ബിൽഡേഴ്സിന്റെ കൺസ്ട്രക്ഷൻ മാനേജറാണ്. അതായത് കെ ബിൽഡേഴ്സിന്റെ കൺസ്ട്രക്ഷൻ മാനേജറാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ സൈറ്റ് ഒന്ന് വിലയിരുത്തിയിട്ട് ഈ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ അത്ര പെർഫെക്റ്റ് ആണോ? ഞാൻ ചെയ്തെടുത്തോളം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങളിത് യൂസേജ് ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അതെ. അപ്പോഴാണ് സർവീസിന്റെ കാര്യം വരുന്നത് കേട്ടോ. ആഫ്റ്റർ സർവീസ് ആണ് എന്ത് കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? അതാണ് ഞങ്ങൾ ഫിറോസിന് ഏകദേശം ഞങ്ങൾക്കൊരു 5-6 കൊല്ലം മുന്നേ വരെയുള്ള പരിചയമുണ്ട്. കാരണം എൻ്റെ വീടിന്റെ വർക്കുകൾ ഫിറോസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് മുതലുള്ള പരിചയമുള്ളത് കൊണ്ട് ഫിറോസിന് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരാളല്ല. എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് ഒരു ഒറ്റ കോളിൽ തന്നെ ഫിറോസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. അതിനു വേണ്ടിയുള്ള പരിഹാരവും ഫിറോസ് തന്നെ ചെയ്യാറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഫിറോസിന്റെ ഫസ്റ്റ് ഇതായിട്ട് കിച്ചൺ വർക്കിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു വർക്ക് ഫിറോസിന് കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. തീർച്ചയായിട്ടും.
അത് ഫിറോസിന്റെ പഴയ എൻ്റെ വീടിന്റെ പ്രശ്നം 2018-19 എൻ്റെ വീട്ടിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പൊ ഫിറോസ് അന്ന് മുതൽ ഞാൻ എന്ത് കാര്യങ്ങൾ വിളിച്ചാലും കാര്യങ്ങളൊക്കെ ഫിറോസ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഫിറോസിന്റെ ഞങ്ങള് കിച്ചന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ അതിന് ഞങ്ങള് ഒരു മടിയും കൂടാതെ ഫിറോസിന് വേണ്ടി ഇതാക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ ഇതിനെന്ത് മെയിൻ്റെനൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഫിറോസ് ഒരു വെളിപ്പുറത്ത് ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതാണ് എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് ആ ഒരു ഉത്തരവാദിത്തം ഫിറോസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വെളിപ്പുറത്ത് എപ്പോഴും ഫിറോസ് ഉണ്ടായിരുന്നു. ആ ഒരു ഇതിനും ഉണ്ടാവും എന്നുള്ള ആ ഒരു ധൈര്യത്താണ് ഞങ്ങൾ ഈ ഒരു വർക്ക് ഫിറോസിന് കൊടുത്തത്. നമ്മൾ ചോക്ലേറ്റ് കളറാണ് നോക്കിയത്, മിൽക്ക് ചോക്ലേറ്റ്, അത് എക്സാക്ട് കിട്ടിയത്. കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ആ വിചാരിച്ച കളറിനെ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഹാപ്പിയാണ്, വളരെ ഹാപ്പി. നമ്മുടെ സർവീസ് ഹാപ്പിയാണ്, എല്ലാം ഹാപ്പിയാണ് അല്ലേ. ബാക്കി ഇനി ഞങ്ങളിപ്പം ഇതിനൊന്ന് യൂസേജ് ചെയ്തതിന് ശേഷമുള്ള ആഫ്റ്റർ പറയാം തീർച്ചയായും. അപ്പോൾ എന്തായാലും ആഫ്റ്റർ യൂസേജും കൂടി നമ്മൾ വന്നിട്ട് വീഡിയോ കാണിക്കും കേട്ടോ. ഒരു 1 year 2 year കഴിഞ്ഞതിന് ശേഷം ഈ കിച്ചൺ എങ്ങനെയുണ്ട് എന്നുള്ള വീഡിയോ കൂടി കാണിക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ വർക്ക് ഏൽപ്പിച്ചതിന് അതുപോലെ തന്നെ വിശ്വസിച്ച് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയപ്പോൾ ഞങ്ങള് എന്താണോ വിചാരിച്ചത് അതുപോലെ ചെയ്തു തന്നതിന് ഫിറോസിനോട് ഞങ്ങൾ നന്ദി. ഓക്കെ, താങ്ക് യു. ഇവിടെ നമ്മൾ വലിയൊരു പാൻട്രി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വലിയ രീതിയിലാണ്. 7x2 ആണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത് കേട്ടോ. ആൾക്കാർ ചോദിക്കാറുണ്ട് സൈസ്, അതുകൊണ്ടാണ് സൈസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്തേക്കായിട്ട് നമ്മൾ ട്രോളി യൂണിറ്റ് സെറ്റ് ചെയ്തു. ഇവിടെ ആയിട്ട് നമ്മളൊരു ടാൻഡം ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതുപോലെ ടാൻഡം ബോക്സ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ക്ലോസ് ആയിട്ട് ഉള്ളിലേക്ക് പോകും കേട്ടോ. അതുപോലെ തന്നെ അടിഭാഗത്തും നമ്മളൊരു ടാൻഡം ബോക്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സ്മൂത്താണ്. നമ്മളൊന്ന് ലോങ്ങിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പോയി ലോക്കായി. അതുപോലെ തന്നെ മുകളിലുള്ള സംഭവം നമ്മളിങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി ലോക്കായി വളരെ രീതിയിൽ സ്മൂത്തായിട്ട് പോകും. ഇവിടെ നമ്മളൊരു വയർഡ് ബാസ്ക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇവിടെ നമ്മളൊരു സ്റ്റോറേജ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വർക്ക് ഫിനിഷ് ആയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെയും നമ്മളൊരു സ്റ്റോറേജ് യൂണിറ്റാണ് കൊടുത്തത്. പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്കൊരു മാജിക് കോർണർ കൊടുക്കായിരുന്നു, പക്ഷേ കസ്റ്റമർക്ക് നമ്മൾ കൊടുത്ത 5 അക്സസറീസിൽ ഹാപ്പി ആയി എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടോ, വളരെ മിനിമലിസ് ആയിട്ടുള്ളൊരു ടാൻഡം ബോക്സാണ്. ഇതും സോഫ്റ്റ് ക്ലോസ് കേട്ടോ, ക്ലോസ് ആയി. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അടിവശത്തും നമ്മൾ ടാൻഡം ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലി നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 ടാൻഡം ബോക്സും ഒരു ബോട്ടിൽ പുള്ളൗട്ടും ഒരു ട്രോളി യൂണിറ്റുമാണ്. നിങ്ങൾ കണ്ടു, അതാണ് നമ്മുടെ ആക്സസറീസ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. വളരെ മിനിമലിസായ രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കേട്ടൻ കാണാം, സീബ്ര ബ്ലൈൻഡ് എന്നാണ് പറയുക. മഷ്റൂം കളറിൽ വരുന്ന ഒരു സീബ്ര ബ്ലൈൻഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. കൗണ്ടർ ടോപ്പിലേക്ക് ആൾക്കാർക്ക് സംശയമുണ്ട്. അത് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം, എങ്ങനെയാണ് കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യാന്നുള്ളത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഈസിയിൽ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കൗണ്ടർ ടോപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഗ്രാനൈറ്റോ നാനോവൈറ്റോ ഇനി ക്വാഡ്സിൻ്റെതാണോ എന്താണെങ്കിലും നിങ്ങൾക്ക് അനായാസം ഇൻബിൽഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ 1900 രൂപ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് മൾട്ടിവുഡിൻ്റെ കർക്കീസും വിത്ത് ലാക്വുഡ് ഗ്ലാസും മാത്രം കേട്ടോ. അതായത് കബോർഡാണ്. ഒരുപാട് പേര് 1900 രൂപയ്ക്ക് കിച്ചൺ കിട്ടുമെന്ന് പറഞ്ഞിട്ട് 2000 രൂപ എനിക്ക് അക്കൗണ്ടിൽ അയച്ചു തന്നിട്ട് പറഞ്ഞ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതല്ല ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കിയത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയതാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് കബോർഡിന്, അതായത് ലാക്വുഡ് ഗ്ലാസും PVC മൾട്ടിവുഡിൻ്റെ ഒരു കബോർഡിനാണ് 1900 രൂപ ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയിൽ എല്ലായിടത്തും സർവീസ് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ തിരുവനന്തപുരം ചെയ്യോ, കാസർഗോഡ് ചെയ്യോ, എറണാകുളം ചെയ്യോ എന്ന് ചോദിക്കേണ്ട. ഇന്ത്യയിൽ എല്ലായിടത്തും ഞങ്ങളുടെ സർവീസ് ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്. എവിടെ വന്നിട്ട് ഞാൻ ചെയ്തു തരും ഇതുപോലത്തെ ഫിനിഷിൽ. ഇനി നിങ്ങൾക്ക് ഗ്ലാസ് ഫിനിഷിങ് എങ്ങനെയുണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. നിങ്ങളിതാ ആ ക്യാമറ ഭാഗത്ത് നോക്കിയാൽ മതി, എന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ടോ. ഇതാണ് ഗ്ലോസിനെസ് എന്ന് പറയുന്നത്, ഗ്ലാസിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ മുഖം കാണുന്നുണ്ടോ, നല്ല മൊഞ്ചായിട്ടില്ലേ. ഇത്രയും അടിപൊളിയായിട്ട് വേറെ ഏത് ഫിനിഷ് നമുക്ക് കിട്ടും ഗൈസ്. നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരുടെ അറിവിലേക്ക് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടു, വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ളൊരു കിച്ചൺ. 7 അടി വീതിയുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഒരു L ഷേപ്പ് കിച്ചൺ കൊണ്ടുവന്നത് കേട്ടോ. കഴിഞ്ഞോ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. നമ്മളൊരു വാഷ് ബേസിൻ ഏരിയയും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 220 സെൻറ്റിമീറ്റർ നീളവും 60 സെൻറ്റിമീറ്റർ ഡെപ്തിലുമാണ് നമ്മളിവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മിനിമലിസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ അതൊക്കെ നമ്മൾ സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. PVC കർക്കേസും ലാക്വുഡ് ഗ്ലാസ് കിച്ചൺ. ഓക്കെ, ഇവിടെ ഇനി അവർ വാഷ് ബേസിൻ സെറ്റ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ബാക്ക് സ്പ്ലാഷിലേക്കും ഇതുപോലെ തന്നെ ഗ്രാനൈറ്റ് സെറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ആ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ആക്സസറീസും കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുക്കുന്ന കിച്ചണിലൊക്കെ നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ചെയ്തിട്ടാണ് ആക്സസറീസുകൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആക്സസറീസിൻ്റെ നമ്മുടെ മാനുഫാക്ചറിങ് കമ്പനീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ചിട്ട്, അതായത് ഇൻറ്റീരിയർമാർ, ആർക്കിടെക്റ്റേഴ്സ്, അതുപോലെ മുൻപ് കിച്ചൺ ചെയ്ത ആൾക്കാർ, ഇവരൊക്കെ വിളിച്ചിട്ട് കിച്ചണിൻ്റെ ആക്സസറീസ് മാത്രം തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് വളരെ സിമ്പിളാണ്. നമ്മൾ കിച്ചൺ ചെയ്യുമ്പോൾ ഓഫർ പ്രൈസിൽ കൊടുക്കാനായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ഓൺ ഡിസൈനിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇതുവരെ നമ്മൾ പുറത്തോട്ടേക്ക് നമ്മുടെ ആക്സസറീസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ദയവായി എല്ലാവരും സഹകരിക്കുക. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് പിന്നെ നിങ്ങൾ വീഡിയോ ഇട്ടെന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ മാനുഫാക്ചറിങ് യൂണിറ്റ് കാണിച്ചു തരുന്നു പറയാറുണ്ട്. പക്ഷേ ഇതുവരെ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ യൂണിറ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടാണല്ലോ, വളരെ സിമ്പിളാണ് കണ്ടോ. ഇതൊരു വയർഡ് ബാസ്ക്കറ്റാണ്. ഈ റാഡ് ഉണ്ടല്ലോ, ഈ റാഡൊക്കെ സെപ്പറേറ്റ് ആണ് വരിക. ഇതൊക്കെ നമ്മൾ സ്പോട്ട് വെൽഡ് ചെയ്തിട്ട് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് മെത്തേഡിലോട്ട് വേണമെങ്കിലും നമുക്ക് കിച്ചൺ ആക്സസറീസ് 304 SS ഒറിജിനൽ SS ആട്ടോ, മാഗ്നറ്റ് പിടിക്കാത്ത ഒറിജിനൽ SS അതിൽ നമുക്ക് ചെയ്തു തരും. പിന്നെ ഒരാൾക്കുള്ള സംശയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ കിച്ചൻ്റെ മെഷർമെൻറ്റ് എടുക്കാമെന്ന് പല ആൾക്കാർ ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളാണ്. ഞാൻ ഈ കിച്ചൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഈ കിച്ചൺ ഉണ്ടായെന്നുള്ളത് ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഫോട്ടോയിൽ എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ നീളം നിങ്ങൾ നോക്കുക, ടോട്ടൽ നീളം എത്രയാണെന്നുള്ളത് എഴുതുക. ഒരു പേപ്പറും പെന്നും ഉണ്ടെങ്കിൽ വളരെ ഈസിയായി നിങ്ങളൊരു പേപ്പറും പെന്നും എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പ്, ഏത് ഷേപ്പിലാണോ നിങ്ങളുടെ കിച്ചൺ വരേണ്ടത് ആ ഷേപ്പിലോട്ട് നിങ്ങളുടെ കിച്ചൺ അടയാളപ്പെടുത്തുക. അതായത് എൽ ഷേപ്പ് ആണെങ്കിൽ എൽ ഷേപ്പ്, യു ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ, സ്ട്രെയിറ്റ് ആണെങ്കിൽ അങ്ങനെ. അത് നിങ്ങൾ മെഷർ എഴുതിയതിന് ശേഷം അതിൻ്റെ അകത്ത് നിങ്ങളുടെ അളവ് നീളം പിടിക്കുക, ടോട്ടൽ നീളം എത്രയാണെന്ന് പിടിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈറ്റ് 85 സെൻറ്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളുടെ ഹൈറ്റ്, അവർ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അനായാസം വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹൈറ്റ്, ആ ഹൈറ്റ് എത്രയാണോ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പല തരത്തിലുള്ള ആളാണ്. അതായത് ഒരുപാട് ഹൈറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ചെറുതായിട്ട് തോന്നാം, നന്ന ചെറിയായിട്ടുള്ള ആൾക്കാർക്ക് ഇത് വലുതായിട്ട് തോന്നും. അപ്പം അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഹൈറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നീളവും ഹൈറ്റും നിങ്ങൾ പേപ്പറിലോട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള അളവ് എങ്ങനെ എടുക്കാമെന്ന് ചോദിക്കും. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. ടോട്ടൽ നീളം എടുക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റും എടുക്കുക. അത് എഴുതണം കേട്ടോ, കൃത്യമായിട്ട് എഴുതണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുക. ഇങ്ങനെയാണ് നമ്മുടെ കിച്ചൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് മറ്റൊരു ഐഡിയ ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുക്കാൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. ഇനി ചില ആൾക്ക് മെഷർമെൻറ്റ് എടുക്കാൻ മടിയുണ്ടാവും. അങ്ങനെയുള്ള ആൾ എന്താ ചെയ്യേണ്ടത്, വീടിൻ്റെ പ്ലാൻ അയച്ചു തന്നാൽ മതി. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു എസ്റ്റിമേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ എസ്റ്റിമേഷൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അതിനൊരു അഡ്വാൻസ് ചെയ്ത് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കിച്ചൺ കിട്ടാൻ വേണ്ടിയിട്ട് ആ കിച്ചൺ ബുക്ക് ചെയ്യുക. 1900 രൂപയ്ക്ക് കിച്ചൺ കിട്ടാനായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ എവിടെ വന്നിട്ട് നമ്മൾ സർവീസ് ചെയ്യും കേട്ടോ. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ സൈറ്റിലോട്ട് ഫിസിക്കലായിട്ട് വരും. എന്നിട്ട് എക്സാക്റ്റ് എത്രയാണ് നിങ്ങളുടെ കിച്ചൺ ചെയ്യാനുള്ള പ്രൈസ്, നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന മോഡൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആക്സസറീസുകളൊക്കെ വെച്ചുകൊണ്ട് എക്സാക്റ്റ് എത്ര പ്രൈസ് വരും എന്നുള്ളത് ആ സമയത്താണ് നമ്മൾ പറഞ്ഞുതരാം. ഒരുപാട് പേര് കിച്ചൻ്റെ വീടിൻ്റെ പ്ലാൻ അയച്ചു തന്നിട്ട് നമ്മളോട് കൊട്ടേഷൻ ചോദിക്കാറുണ്ട്. വളരെ സന്തോഷം, നിങ്ങളത് ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയാണുള്ള കേസ്. വ്യത്യസ്തമാർന്ന ഒരു കളർ പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലാക്കോഡ് ഗ്ലാസ്സിന് 20,000 കളർ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിച്ചൺ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ കിച്ചൺ ഇതുപോലെ മനോഹരമായിട്ട് കിച്ചൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ സൈറ്റിലോട്ട് വരിക. നിങ്ങളുടെ സൈറ്റിലോട്ട് വന്നതിന് ശേഷം എക്സാക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് നിങ്ങളുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഏത് മോഡലാണോ നിങ്ങൾ കിച്ചൺ ചെയ്യേണ്ടത് ആ മോഡലിലേക്ക് സെറ്റ് ചെയ്ത് എത്ര ആക്സസറീസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫൈനൽ കോട്ട് തരും. അതിനുശേഷമാണ് ഞങ്ങൾ ഫൈനൽ കോസ്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ കോട്ടിലെത്തുക. അപ്പോൾ നിങ്ങൾക്ക് സംശയം മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കിച്ചൺ ഇതുപോലെ മനോഹരമായിട്ട് കിച്ചൺ ചെയ്യാൻ ഞങ്ങൾ ബന്ധപ്പെടുക. ഇത്രയാണ് ഈ കിച്ചൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇതുപോലെ കിച്ചൺ മനോഹരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. ഇന്ത്യയിൽ എവിടെ വന്നിട്ട് നമ്മൾ കിച്ചൺ ചെയ്തു തരും കേട്ടോ. അപ്പം ലാക്കോഡ് ഗ്ലാസ് കിച്ചൺ
മൾട്ടിവുഡ് ലാക്വുഡ് ഗ്ലാസ് കിച്ചൻ്റെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും പറയാം ഇതുപോലെ ഓഫർ പ്രൈസിൽ കിച്ചൺ ചെയ്യുന്ന കിഡിലൻ ടീം വന്നിട്ടുണ്ട്, അവർക്ക് വർക്ക് കൊടുത്തോളൂ എന്ന് പറയാം. അവരോടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറയാം. എല്ലാവരിലേക്കും കിച്ചൺ എത്തണം കേട്ടോ. അതുകൊണ്ടാണ് ഈ ഓഫർ പ്രൈസ് പറയുന്നത്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ ഓഫർ തീരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ കിച്ചൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വ്യത്യസ്തമാർന്ന വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഇറ്റ്സ് മീ ഫിറോസ് മുഹമ്മദ് സൈനിങ് ഓഫ്.